കഥയുടെ തുടക്കത്തിൽ ഒരു വനപാലകന്റെ വീടിന് മുന്നിലുള്ള തുറസായ സ്ഥലത്ത് വളരുന്ന ഒരു ചെറിയ ദേവദാരു വൃക്ഷത്തെ പരിചയപ്പെടുത്തുന്നു. അതൊരു കൊച്ചു ദേവദാരു മാത്രമായതിനാൽ തന്നെ സമീപത്തെ കാട്ടിലുള്ള വലിയ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. വേനലിൽ മഴ നനഞ്ഞും ഹേമന്തത്തിൽ മഞ്ഞൾ പുതച്ചും വസന്തത്തിൽ വെയിൽ കാഞ്ഞും അത് വളർന്നു. പ്രകൃതിയിലെ മാറ്റങ്ങൾ അതിനെ സ്വാധീനിച്ചിരുന്നു. കൊടുങ്കാറ്റിലും ഇടിമിന്നലിലും അത് വിറച്ചുപോയി. എലികളും ഷഡ്പദങ്ങളും അതിന്റെ ചുവട്ടിൽ ജീവിക്കുകയും ചിത്രശലഭങ്ങൾ ചില്ലകൾക്കിടയിൽ പാറിക്കളിക്കുകയും പക്ഷികൾ അതിനെ ചുറ്റിപ്പറക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ദേവദാരു ഒരു മുയലിനെ കണ്ട് പരിചയപ്പെട്ടു. ആ തുറന്ന സ്ഥലത്ത് തനിച്ചായിരുന്നിട്ടും അതിനൊരിക്കലും ഏകാന്തത തോന്നിയിരുന്നില്ല. ഒരു ദിവസം തന്റെ ചില്ലയിലിരുന്ന് ആടിയ ഒരു മാക്പയോട് ചില്ല ഒടിഞ്ഞു പോകുമെന്നും ദയവായി ആടരുതെന്നും ദേവദാരു അപേക്ഷിച്ചു. എന്നാൽ പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകുമെന്നും പിന്നെ ഈ ചില്ലകൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്നും മാക്പൈ മര്യാദയില്ലാതെ മറുപടി നൽകി. ഇത് ദേവദാരുവിനെ ഭയപ്പെടുത്തി. ആരാണ് തന്റെ തലപ്പ് വെട്ടുക, എന്തിനു വേണ്ടി എന്നത് ഭയത്തോടെ ചോദിച്ചു. പുതുവർഷത്തിൽ ആളുകൾ കാട്ടിൽ വന്ന് ഭംഗിയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാറുണ്ടെന്നും തുറന്ന സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് നിന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുമെന്നും മാക്പൈ പറഞ്ഞു. വർഷങ്ങളായി ഇവിടെ നിന്നിട്ടും ആരും തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് ദേവദാരു ഒരു ദുർബലമായ വാദം ഉന്നയിച്ചു. എന്നാൽ ഈ വർഷം നിന്നെ വെട്ടുമെന്ന് ഒട്ടും ദയയില്ലാതെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മാക്പൈ പറന്നുപോയി. മാക്പൈയുടെ വാക്കുകൾ ദേവദാരുവിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. വേനൽക്കാലത്തും ശരത്കാലത്തും അത് ഭയത്തോടെയാണ് ജീവിച്ചത്. മഞ്ഞുവീഴ്ച ആരംഭിച്ചപ്പോൾ അതിന്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കാരണം മറ്റു മരങ്ങൾക്കിടയിൽ ഓടിയൊളിക്കാൻ അതിന് കഴിയില്ലായിരുന്നു. ഡിസംബറിലെ കനത്ത മഞ്ഞിൽ ദേവദാരു പൂർണ്ണമായും മൂടപ്പെട്ടപ്പോൾ ആരും തന്നെ കാണില്ലെന്ന ഒരു ചെറിയ ആശ്വാസം അതിന് തോന്നി. എന്നാൽ വർഷത്തിലെ അവസാന ദിവസമായ ഡിസംബർ 31 ഒരു മനുഷ്യൻ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. വന്ന മനുഷ്യൻ ദേവദാരുവിന്റെ ചില്ലകളിലെ മഞ്ഞ് തട്ടിക്കളഞ്ഞു. നിന്നെ തിരഞ്ഞെടുത്തത് നന്നായി എന്നയാൾ പറഞ്ഞത് കേട്ട് തന്നെ വെട്ടാൻ പോകുകയാണെന്ന് കരുതി കൊച്ചുമരം ഭയം കൊണ്ട് ബോധരഹിതനായി. എന്നാൽ ബോധം വന്നപ്പോൾ താൻ ജീവനോടെ അവിടെ തന്നെ നിൽക്കുകയാണെന്നും വെട്ടിമാറ്റപ്പെട്ടില്ലെന്നും ദേവദാരു അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. മാത്രമല്ല തന്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കകളും വെള്ളിനൂലുകളും അറ്റത്ത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രവും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടെന്നും അതിന് മനസ്സിലായി. പുതുവർഷ പുലരിയിൽ വനപാലകന്റെ 2 മക്കൾ മരത്തിനടുത്തേക്ക് ഓടി വന്നു. പിന്നാലെ വനപാലകനും എത്തി. മരം മുറിക്കാതെ അതിനെ അതേ സ്ഥാനത്ത് നിർത്തി പുതുവർഷ മരമായി അലങ്കരിച്ചത് വളരെ നല്ല ആശയമാണെന്ന് ആൺകുട്ടി അച്ഛനോട് സന്തോഷത്തോടെ പറഞ്ഞു. ആ മരം അതിമനോഹരമാണെന്നും എല്ലാ പുതുവർഷത്തിലും അതിനെ അലങ്കരിക്കാമെന്നും അവൻ അഭിപ്രായപ്പെട്ടു. ഇത് കേട്ടപ്പോൾ കൊച്ചു ദേവദാരുവിന് അവരുടെ സ്നേഹം മനസ്സിലായി. ഈ സംഭവം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ദയാശീലനും മരങ്ങളെ സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് വർഷങ്ങളായി. അദ്ദേഹത്തിന്റെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്നാൽ പുതിയ വനപാലകന്റെ വീടിന്റെ മുന്നിലുള്ള തുറന്ന സ്ഥലത്ത് ഉയരം കൂടിയ മെലിഞ്ഞ സുന്ദരിയായ ദേവദാരു ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഓരോ പുതുവർഷത്തിന്റെ തലേന്നും ആ മരം തന്റെ കുട്ടിക്കാലത്ത് തനിക്കുണ്ടായ ഭയത്തെയും പിന്നീട് ലഭിച്ച അംഗീകാരത്തെയും ഓർക്കാറുണ്ടായിരുന്നു.